നെക്സ്റ്റ് കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ കണ്ടു. ബോൺസ്, ഡിവെഞ്ചേഴ്സ്, ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർ, റൈറ്റ് ഷെയർ, ബോണസ് ഷെയർ, അങ്ങനെ കുറേ സെക്യൂരിറ്റീസ് കണ്ടു, ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടു. ഇതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഗവൺമെൻറ് സെക്യൂരിറ്റി. ഗവൺമെൻറ് സെക്യൂരിറ്റി അല്ലെങ്കിൽ GSEC എന്നുള്ള പേരാണ്. GSEC എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റി ഈസ് എ ട്രേഡബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ആണ്. ആൻഡ് സിൻസ് ഇറ്റ്സ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് ഇറ്റ്സ് വെരി ട്രസ്റ്റ് വേർതി. അതായത് അത് ഒരിക്കലും ഫെയിൽ ആവില്ല എന്ന് ഒരു ഉറപ്പ് എല്ലാവർക്കും കിട്ടും. പിന്നെ അതിനൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും എല്ലാം ഫിക്സഡ് ആവും. അത് വലിയ ഫ്ലക്ച്വേഷൻസിന് അതിന് ബാധിക്കില്ല. ബിക്കോസ് ഗവൺമെൻറ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസെപ്റ്റ് ഗവൺമെൻറ് ഇസ് വെരി സ്ട്രോങ്. അപ്പോൾ അവർ ഇഷ്യൂ ചെയ്ത എല്ലാ ബോൺസും സെക്യൂരിറ്റീസും ഭയങ്കരമായിട്ട് എല്ലാവരും ട്രസ്റ്റ് ചെയ്യണ ഒരു സംഭവമാണ്. ഇറ്റ് ടെക്നോളജീസ് ദ ഗവൺമെൻറ്റ്സ് debt obligation. Such securities are issued for short government's debt obligation ആണ്. അതായത് ഗവൺമെൻറ് ഡെറ്റ് അതായത് ഒരു സെക്യൂരിറ്റി ആണ്. സോ വെനെവർ ദ ഗവൺമെൻറ് റിക്വയർസ് ലോൺ ഓർ ബോറോസ് ഫിനാൻസ് ഇറ്റ് ഇഷ്യൂസ് ബോൺസ്. അതുപോലത്തെ ഒരു ബോൺസ് ആണ് അല്ലെങ്കിൽ ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. സച്ച് സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ഫോർ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം. രണ്ട് പർപ്പസും ഉണ്ട്. ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. ഈ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ ആവശ്യമുള്ളപ്പോൾ ഗവൺമെൻറ്റ്സ് ഇങ്ങനത്തെ ഒരു സെക്യൂരിറ്റീസ് ഇറക്കും. Next is, what is the meaning of government security? A government security is a bond or a type of debt obligation that is issued by the government with a promise of repayment of the security's maturity date. A government issue ചെയ്യുന്നതാണ് and promises that they will pay back the money which they have taken as loan. എന്ത് ലോൺ എടുത്താലും ഈ സെക്യൂരിറ്റി മുഖാന്തരം വാങ്ങിയ ലോണ് അവർ തിരിച്ചടയ്ക്കും ആ ഡേറ്റ് ആകുമ്പോൾ. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ യൂഷ്വലി കൺസിഡേർഡ് ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. ലോ റിസ്ക് ആണ്, ഞാൻ നേരത്തെയും പറഞ്ഞു. ബിക്കോസ് ഇറ്റ്സ് ഗവൺമെൻറ് ടാക്സിങ് പവർ, ഗവൺമെൻറ്റിൻ്റെ ഒരു ബാക്കിംഗ് പവർ ഉണ്ടാവുന്നുണ്ട്. അത് അത്ര ഫ്ലക്ച്വേഷൻസിനെ ബാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരും അതിൽ കൊണ്ടേ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാവും. അപ്പോൾ റിസ്ക് ലോ ആണ്. നെക്സ്റ്റ് ഫീച്ചേഴ്സ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? Government securities are sovereign debt obligations of the government of India. Sovereign debt obligations ആണ്. sovereign പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യണ ഒരു ഡെറ്റ് ഒബ്ലിഗേഷൻസ് ആണ്. അതായത് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് അല്ലെങ്കിൽ ഫിക്സഡ് മെച്യൂരിറ്റി വാല്യൂ ഉള്ള സെക്യൂരിറ്റീസ് ആണ് ബൈ ഐദർ ദ സെൻറ്റർ ഓർ ദ സ്റ്റേറ്റ്. ദെൻ ദീസ് ഇൻക്ലൂഡ് treasury bill and government guaranteed bonds. The terms of securities range from 92 to 30 years. 30 years വരെ ഉള്ള ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. 92 days. ഏറ്റവും ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. ഇറ്റ് ഈസ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിച്ച് ഇഷ്യൂസ് ദ ജനറൽ സെക്യൂരിറ്റി. അതായത് റിസർവ് ബാങ്കാണ് ഇങ്ങനത്തെ ജനറൽ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ GSECs എന്ന് പറയും. ഇത് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാറുണ്ട്. പീരിയഡ് ഇസ് 1 to 30 years. 92 നേരത്തെ പറഞ്ഞു. 91 to 30 years വരെ. ഷോർട്ട് ട്രഷറി ബിൽസ് ഏതൊക്കെയാണ്? 91, 182 days, 364 days. Okay. Then types of treasury government securities. Treasury bonds ആണ്. പിന്നെ സേവിങ്സ് ബോണ്ട്. രണ്ട് തരമുണ്ട്. ട്രഷറി ബോണ്ട്സ് മെച്യൂരിറ്റീസ് ഇസ് ഗ്രേറ്റർ ദാൻ 10 years and denominations in 1000 value and have some call provisions. Call provisions പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ട്രഷറി ബോണ്ട്സ് പറഞ്ഞാൽ ട്രഷറി ബോണ്ട്സ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. പിന്നെ ഉള്ളത് അത് 1000 ഡിനോമിനേഷൻസിലാണ് ഇഷ്യൂ ചെയ്യുക. പിന്നെ മെച്യൂരിറ്റി എപ്പോഴാണ്? വിതിൻ 10 years ആണ്. ആൻഡ് സേവിങ്സ് ബോണ്ട് നോൺ മാർക്കറ്റബിൾ. അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓഫേർഡ് ഓൺലി ടു ഇൻഡിവിജ്വൽസിന് മാത്രം കൊടുക്കണ ഒരു ഇതാണ് സേവിങ് ബോണ്ട്സ്. പ്യുവർ ഡിസ്കൗണ്ട് ബോണ്ട്സ് ആണ്. മെച്യൂർ ഇൻ 20 years വിത്ത് സെമി ആനുവൽ കൂപ്പൺ പേയ്മെൻറ്റ്. സെമി ആനുവൽ പറഞ്ഞാൽ ഹാഫ് ഇയർലി കൊടുക്കണ കൂപ്പൺ പേയ്മെൻറ്റ്സ് ആണ്. അത് 20 years ആണ് അതിൻ്റെ കാലാവധി. നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഏറ്റവും ഒരു ഫേമസ് ഒരു സെക്യൂരിറ്റിയാണ് ഗവൺമെൻറ്റിൻ്റെ ട്രഷറി ബിൽ. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇറ്റ് ഈസ് മെയിൻലി ഇഷ്യൂഡ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്. ഷോർട്ട് ടേം ആണ്, 1 year ലെസ്സിലുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഓൺ എ ഡിസ്കൗണ്ട് ബേസിസ്. ഡിസ്കൗണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് ഡിസ്കൗണ്ട് ബേസിസ്. അതായത് ലോൺ കൊടുക്കണ കാരണം ലെസ്സർ പ്രൈസിനും നമുക്ക് അത് വിൽക്കാൻ പറ്റും. ബിക്കോസ് മറ്റുള്ളവരാണ് ലോൺ വാങ്ങുന്നത്. മെച്യൂർസ് അപ് ടു 52 weeks and lesser than it. Treasury bills are T-bills. അതിന് വേറെ പേരാണ് T-bills.
മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ഷോർട്ട് ടേം ആണ്. 3 തരമുണ്ട്, 91, 182, 364 ഡേയ്സ്. ദേ ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് എ ഫേസ് വാല്യൂ അറ്റ് മെച്ചൂരിറ്റി. ഫോർ എക്സാമ്പിൾ, എന്താണ് ഡിസ്കൗണ്ട്, എന്താണ് റെഡീംഡ് അറ്റ് ഫേസ് വാല്യൂ പറയുന്നത്? ഫോർ എക്സാമ്പിൾ, 91 ഡേ ട്രഷറി ബിൽ ഓഫ് ₹100, 100 ആണ് അതിൻ്റെ ഫേസ് വാല്യൂ എങ്കിൽ മേ ബി ഇഷ്യൂഡ് അറ്റ് സേ 98.20, 98.20ന് വാല്യൂവിന് നമുക്കത് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഫേസ് വാല്യൂ ശരിക്കും 100 ആവും, പക്ഷെ അതൊരു ഡിസ്കൗണ്ടിൽ 98.2ൽ, അപ്പോൾ 1.8 ആണ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ്. അത് തിരിച്ചു കൊടുക്കുമ്പോൾ 100 രൂപയായിട്ട് കൊടുക്കും. അപ്പോൾ 1.8ലാണ് 1.8 ലെസ് ആയിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടാവുക, പക്ഷെ തിരിച്ച് അത് കിട്ടുമ്പോൾ നമുക്ക് 100 രൂപയായിട്ട് കിട്ടും. അതാണ് ഡിസ്കൗണ്ട് റേറ്റ്. അപ്പോൾ ട്രഷറി ബിൽസ് ഓർ ടി ബിൽസ് ഉണ്ട്. പിന്നെ ഉള്ളത് ഫിക്സഡ് റേറ്റ് ബോൺസും ഫ്ലോട്ടിംഗ് റേറ്റ് ബോൺസും സീറോ കൂപ്പൺ ബോൺസും ക്യാപിറ്റൽ ഇൻഡെക്സ് ബോൺസും. ഇങ്ങനത്തെ വേറെയും തരം ട്രഷറി ബിൽസ് ഉണ്ട്, അല്ലെങ്കിൽ ജനറൽ സെക്യൂരിറ്റീസ് ഉണ്ട്. ഫിക്സഡ് റേറ്റ് ബോൺസ് പറഞ്ഞാൽ അതിൻ്റെ കൂപ്പൺ റേറ്റ്സ് എന്താവും? ഫിക്സഡ് ആവും. ഫ്ലോട്ടിംഗ് പറഞ്ഞാൽ അതിൻ്റെ കൂപ്പൺ റേറ്റ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, റീസെറ്റ് അറ്റ് പ്രീ ഡിറ്റർമിൻഡ് ഇൻ്റർവെൽസ്. ഇടയ്ക്കിടയ്ക്ക് അത് മാറിക്കൊണ്ടിരിക്കും. സീറോ കൂപ്പൺ ബോൺസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് റീപെയ്ഡ് അറ്റ് ഫേസ് വാല്യൂ. അതായത് അതിൻ്റെ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുക ആൻഡ് പിന്നെ ഫേസ് വാല്യൂവിൽ അത് തിരിച്ചു കൊടുക്കും, നേരത്തെ കണ്ട എക്സാമ്പിൾ പോലെ. ക്യാപിറ്റൽ ഇൻഡെക്സ് ബോണ്ട് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഇസ് ലിങ്ക് ടു ആൻ അക്സെപ്റ്റബിൾ ഇൻഡെക്സ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ അനുസരിച്ച് നമ്മുടെ വാല്യൂ, ആ സെക്യൂരിറ്റിയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അതാണ് ക്യാപിറ്റൽ ഇൻഡെക്സ് ബോണ്ട്. അപ്പോൾ ട്രഷറി ബിൽസ് ഉണ്ട്, ഫിക്സഡ് റേറ്റ് ബോൺസ് ഉണ്ട്, ഫ്ലോട്ടിംഗ് റേറ്റ് ബോൺസ്, സീറോ കൂപ്പൺ ബോൺസ്, പിന്നെ ക്യാപിറ്റൽ ഇൻഡെക്സ് ബോണ്ട്. ഇനി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇസ് ഓൾസോ നോൺ ആസ് മാർക്കറ്റിന് പറയുന്ന ഒരു മാർക്കറ്റാണ് ഗിൽറ്റ് എഡ്ജ് മാർക്കറ്റ്. ദിസ് റിഫേഴ്സ് ടു ദ market for the government and semi-government securities backed by the Reserve Bank. Industrial securities market നിങ്ങൾക്ക് അറിയാം, പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് രണ്ടായിട്ട് തിരിച്ചുണ്ട്. പ്രൈമറി പറഞ്ഞാൽ ന്യൂ ഇഷ്യൂസ് ഇഷ്യൂ ചെയ്യുന്നതാണ്. സെക്കൻഡറി പറഞ്ഞാൽ സെക്കൻഡറി ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസിൻ്റെ ഒരു മാർക്കറ്റാണ്. ദാറ്റ് ഈസ് നോട്ട് ഫ്രം ദ ഫസ്റ്റ് ടൈം. Okay, then there are development financial institution, financial intermediaries. ഇതെല്ലാം നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞാൽ IFCI, SFCI, IDB, അങ്ങനത്തെ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് പറഞ്ഞാൽ ദോസ് വിത്ത് ബിറ്റ്വീൻ വെഞ്ചർ ക്യാപിറ്റൽ. ഇതെല്ലാം 2 മാർക്സിൻ്റെ ആയിട്ട് ചോദിക്കും. അതാണ് ഇവിടെ ആഡ് ചെയ്തത്. വാട്ട് ഈസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ. നേരത്തെ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്, എന്നാലും അത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ആഡ് ചെയ്താണ്. മെയിനായിട്ട് ഇതിൽ ചോദിക്കാനുള്ളത് വാട്ട് ഈസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ്. സോ മെയിനായിട്ടൊരു ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാം. റൈറ്റ് നോട്ട് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി ബോൺസ്, അല്ലെങ്കിൽ ജി സെക്കും ഒന്നാണ്. ട്രഷറി ബിൽസിൻ്റെ 2 മാർക്സ് ചോദിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇതും കൂടി നോക്കാം. ഓക്കെ, താങ്ക് യു.